ഇഗ്നു ഓഫർ ചെയ്യുന്ന ബികോമിന്റെ 2ാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. കോഴ്സിന്റെ കോഡ് നിങ്ങൾക്ക് എന്റെ തലയ്ക്ക് മുകളിൽ കാണാം. BCOC136 ആണ് കോഴ്സ് കോഡ് വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ എക്സാമിന് വേണ്ടി, ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പൊ നമുക്കറിയാം, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും എഫക്റ്റീവ് ആയ ഒരു സ്റ്റഡിങ് മെത്തേഡ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഈ അൾട്ടിമേറ്റ് അനാലിസിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ, പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ, യൂണിറ്റുകൾ, ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാം, കൂടാതെ തന്നെ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, MBA ഇൻ ഫിനാൻസിൽ ബിരുദം നേടിയിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കം മെന്ററായ രാഖി രവീന്ദ്രനാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ രാഖി മാം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഹായ് ഓൾ, എൻ്റെ പേര് രാഖി. ലേൺ വൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വെണ്ടറാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു PYQ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് അനാലിസിസിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ജനറൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം മോസ്റ്റ് കോമൺ ടോപ്പിക്സ്, അതായത് കോമൺ ആയിട്ട് പൊതുവെ ഇതുവരെ കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന സെഷൻസുകൾ അല്ലെങ്കിൽ സെക്ഷൻസുകൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെയാണ് ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പിയർഡ് 5 times അക്രോസ് ദി എക്സാം സെഷൻസ്. ഏകദേശം ഒരു 5 തവണയെങ്കിലും ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് വന്നിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സാലറീസ്, ഹൗസ് റെന്റ് അലവൻസ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് അടുത്തതായിട്ട് കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 4 തവണയോളം ഈ സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് അഗ്രികൾച്ചറൽ ഇൻകം, പെർക്യൂസിറ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ക്ലബിംഗ് ഓഫ് ഇൻകംസ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അതിൽ നിന്ന് ഏകദേശം 3 തവണയോളമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, അതായത് അധികം ഒന്നും ചോദിക്കാതെ ടച്ച് ചെയ്യാതെ പോയിട്ടുള്ളൊരു ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അത് വളരെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഓരോ ടോപ്പിക്കും 2 തവണയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ടോപ്പിക്സ് ലൈക്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ടാക്സ് ലൈബിലിറ്റി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റീസ് ആൻഡ് അതർ അപ്പിയർഡ് വൺസ്. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റീസ്. അത് എന്താ പറയുക, ഓരോ തവണയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് മോസ്റ്റ് കോമൺ ടോപ്പിക്സ് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ്, ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് അതിൻ്റെ ബേസിൽ ഒരു ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. അതായത് എന്താ പറയുന്നത്, ഒബ്സർവേഷനിൽ എന്താ പറയുന്നത്, The exam consistently cover a mix of various topics from the syllabus. ഇന്നൊരു ഭാഗത്തുനിന്നേ വരുള്ളൂ, ഈ ഒരു ഭാഗത്തുനിന്നേ വരുള്ളൂ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. എന്താ പറയുന്നത്, മിക്സ് ഓഫ് വേരിയസ് ടോപ്പിക്സ് ആണ്. നമ്മുടെ സിലബസിൽ നിന്ന് വരുന്ന പല ടോപ്പിക്സിൻ്റെയും ഒരു മിക്സ്ചർ ആയിട്ടാണ് എക്സാം പൊതുവെ കണ്ടുവരാറുള്ളത്. ദർ ഇസ് എ നോട്ടബിൾ ഫോക്കസ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് കോമൺ ടോപ്പിക്സ്, അതായത് ഏതാണ് ക്യാപിറ്റൽ ഗെയിൻസ്, സാലറീസ്, ഹൗസ് റെന്റ് അലവൻസ്, സജസ്റ്റിംഗ് ദീസ് ആർ ദ കീ ഏരിയാസ് ഓഫ് എംഫസൈസ് ഇൻ ദ കരിക്കുലം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് കോമൺ ടോപ്പിക്സ്, അതിനാണ് കൂടുതൽ എംഫസിസ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. പിന്നെന്താണ്, ടോപ്പിക്സ് ലൈക്ക് ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ, ക്ലബിംഗ് ഓഫ് ഇൻകം ആർ ഗെയിനിങ് റെലവൻസ് ഇൻ ദ റീസെൻറ്റ് എക്സാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഒക്കെ വളരെ കുറവേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് എന്താ അങ്ങനെ ഒരു റീസെൻറ്റ് ഒരു എക്സാംസിൽ അതിൻ്റെ ഒരു റെലവൻസ് കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ്
ടൈപ്പുകൾ എങ്ങനെ, ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ദ ക്വസ്റ്റ്യൻസ് ആർ എ മിക്സ് ഓഫ് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ആൻഡ് തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻസ്. എന്താ പറയുന്നത്, അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അതിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം എന്താ പറയുന്നത്, തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ, അത് തിയറിയും പ്രോബ്ലംസും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടേഷനിൽ നിങ്ങൾക്ക് എന്താ വരുന്ന ടാക്സബിൾ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെ അതായത് കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, പ്ലസ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും വരുന്നുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതായത് പല ടോപ്പിക്സുകളെ കവർ ചെയ്തുകൊണ്ടുള്ള ഷോർട്ട് നോട്ട്സുകളാണ് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഒരു ജനറൽ അനാലിസിസ് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ളൊരു വെയിറ്റേജ് അനാലിസിസ് ചെയ്യാം. അപ്പോൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ബ്ലോക്ക് 1 കിടക്കുകയാണെങ്കിൽ, ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എന്താണ്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതിനെ, ടാക്സിനെ കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 1 പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 ആ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ബ്ലോക്ക് 1 നിന്ന് ഏകദേശം 4 എക്സാം സെഷൻസിൽ എന്ത് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 ഇതേപോലെ തന്നെ സാലറീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിവിധതരം ഹെഡുകളാണ് പിന്നീടുള്ള ബ്ലോക്കുകൾ വരുന്നത്. അതിൽ സാലറീസിൽ എന്താണ് 4 എക്സാം സെഷനിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടല്ല 4 എക്സാം സെഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 നിന്നും 4 എക്സാം സെഷൻസിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 നിന്നും വന്നിട്ടുണ്ട്, ബ്ലോക്ക് 5 നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം എല്ലാ ബ്ലോക്കിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അതിൽ ചില ടോപ്പിക്സ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് ജനറൽ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ബ്ലോക്ക് വൈസ് അനാലിസിസ് നടക്കുമ്പോൾ കീ ഒബ്സർവേഷൻസ് നോക്കാം. ഈച്ച് ബ്ലോക്ക് ഹാസ് ബീൻ കൺസിസ്റ്റൻ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ ഈച്ച് എക്സാം സെഷൻ. ഓരോ ബ്ലോക്കും ഓരോ എക്സാം സെഷനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ സജസ്റ്റ് എ ബാലൻസ്ഡ് അപ്രോച്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ ബ്ലോക്കിൽ നിന്നും എന്താണ് 4 തവണ വെച്ചിട്ട് എല്ലാ ബ്ലോക്കിൽ നിന്നും വേണ്ട. അപ്പോൾ ഈക്വൽ വെയിറ്റേജാണ് ഓരോ ബ്ലോക്കിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ബാലൻസ്ഡ് അപ്രോച്ചാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. എൻഷുവറിങ് ദാറ്റ് ഈച്ച് മേജർ ഏരിയ ഓഫ് സിലബസ് ഈസ് ടെസ്റ്റഡ് റെഗുലർലി. എന്താണ് അവരതുകൊണ്ട് എൻഷുർ ചെയ്യുന്നത്, എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ സെഷൻസിലും ഈ 4 ഏരിയനെ കുറിച്ചിട്ട് ആ വന്നിരിക്കുന്ന കുട്ടിക്ക് നോളേജ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഏരിയ. കാരണം ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫണ്ടമെൻ്റൽസും ടാക്സിൻ്റെ ബേസും അറിയണം, പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ ഹെഡിൻ്റെയും കാൽക്കുലേഷൻസ് അറിയണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടാക്സ് കാൽക്കുലേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബ്ലോക്കിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഫോർ സ്റ്റുഡൻസ് ടു ഫോക്കസ് ഈവൻലി അക്രോസ് ഓൾ ബ്ലോക്സ് ഫോർ കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ. അതെന്താ പറയുന്നത്, സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് എല്ലാ ബ്ലോക്കിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് കുട്ടി പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാൻ, അല്ലെങ്കിൽ ആ ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അത് പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ എക്സാം പർപ്പസിന് വേണ്ടി മാത്രമായിട്ടല്ല, ഫർദർ ഇനിയൊരു കരിയറിലോട്ടോ സ്റ്റഡീസിനോ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് എല്ലാത്തിനെയും കുറിച്ചും നോളേജ് ഇല്ലേ എന്ന് കൺഫേം ചെയ്യാൻ. ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജിലോട്ട് നമുക്ക് പോവാം. അതിൽ ബ്ലോക്ക് 1 നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് യൂണിറ്റ് അല്ല, നമുക്ക് എങ്ങനെയാണ് ഓരോ അനാലിസിസ് നോക്കാം, കൂടുതൽ തവണ ചോദിക്കുന്ന ടോപ്പിക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സ്, കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ്, അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് ആൻഡ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഈ 3 ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ 3 യൂണിറ്റിൽ നിന്നും എന്താണ് പറഞ്ഞിരിക്കുന്നത്, 5 തവണ, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മോഡറേറ്റ്, ഒരു ആവറേജ് ലെവൽ ചോദ്യങ്ങൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആവറേജ് ടോപ്പിക്സ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റി, സാലറി 1, സാലറീസ് 2, ഇൻകം ഫ്രം അതർ സോഴ്സസ് അത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ്, സാലറീസ് 3, ബേസിക് കോൺസെപ്റ്റ്സ്
എന്ന് പറയുന്നൊരു ഭാഗം, സാലറീസിൻ്റെ തേർഡ് ഭാഗം, പിന്നെ ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺസ്, അത് 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ യൂണിറ്റ്സിൽ നിന്നൊക്കെ 3 തവണയാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ലോവർ ഫ്രീക്വൻസി, അതായത് 1-2 തവണ മാത്രം ചോദ്യങ്ങൾ മാത്രം വന്നിട്ടുള്ള യൂണിറ്റ്സുകൾ, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ലീഡിംഗ് കേസസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്. ഇത്രയും സെഷൻസിൽ നിന്നാണ്. അതിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റീസിൽ 2 തവണയും, നേരത്തെ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള സെഷൻസിൽ വരുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ലീഡിംഗ് കേസസ്, അതിൽ നിന്നൊക്കെ ഓരോ തവണയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് വൈസ് നടത്തുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, യൂണിറ്റ്സ് റിലേറ്റഡ് ടു ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ക്ലബിംഗ് ഓഫ് ഇൻകംസ് ആർ ഫ്രീക്വൻ്റ്ലി ടെസ്റ്റഡ്. നമ്മൾ നേരത്തെ ജനറൽ അനാലിസിസിൽ പറഞ്ഞൊരു സംഗതി തന്നെ, ഒരു മാറ്റർ തന്നെയാണ്. സാലറീസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഓൾസോ റിസീവ് സിഗ്നിഫിക്കൻറ്റ് അറ്റൻഷൻ. Certain units like income from house property, leading cases decided by Supreme Court have relatively low representation. നേരത്തെ നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസി, ലോവസ്റ്റ് ഫ്രീക്വൻസി, മോഡറേറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന 3 സെഷൻസിൽ യൂണിറ്റ്സിനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലൊരു ഒബ്സർവേഷനാണ്. ആ സെയിം ഇത് തന്നെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ടോപ്പിക് വൈസ് നമുക്ക് നോക്കുമ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ യൂണിറ്റ് വൈസ് നോക്കി, ഇനി മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ എന്താ? ക്യാപിറ്റൽ ഗെയിൻസ്, സാലറീസ് ആൻഡ് ഹൗസ് റെൻ്റ് അലവൻസ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. 4 തവണയാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി മോഡറേറ്റ്ലി ഫ്രീക്വൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം, പെർക്യൂസിറ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ക്ലബിംഗ് ഓഫ് ഇൻകം. 3 തവണയാണ് ഈ സെഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇതിൽ നിന്ന് 2 തവണയാണ്, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 തവണയാണ് വന്നിരിക്കുന്നത്. ഇനി ലെസ് ഫ്രീക്വൻറ്റ് ടോപ്പിക്സ്, അധികമൊന്നും ചോദിക്കാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടോപ്പിക്സ് സച്ച് ആസ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റീസ്, depreciation allowance, leading cases decided by Supreme Court, assessment of individuals, appeared ones. ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ 1 തവണയാണ് എന്ത് വന്നിരിക്കുന്നത്? ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി കുട്ടികൾക്കൊരു ഇൻസൈറ്റ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, ഫോക്കസ് ഓൺ അതായത് ഇതുവരെയുള്ള ഒരു ട്രെൻഡ് പ്രകാരം നമ്മൾ സ്റ്റുഡൻസിനോട് സജസ്റ്റ് ചെയ്യാണ്, ഫോക്കസ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ്, സാലറീസ്, ഹൗസ് റെൻ്റ് അലവൻസ്, profit and gains of business or profession, and income from other sources, as these topics are recurrent and significant in exam. എന്താ പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ ടോപ്പിക്കിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. കാരണം ഇതിൽ നിന്ന് കൂടുതൽ തവണ മേജറിൽ എന്താണ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓൾസോ ഗീവ് അറ്റൻഷൻ ടു, പിന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? അഗ്രികൾച്ചറൽ ഇൻകം, പെർക്യൂസിറ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകംസ് വിച്ച് ഹാവ് മോഡറേറ്റ് ഫ്രീക്വൻസി അപ്പിയറൻസ്. ഇനി ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫയലിംഗ് ഓഫ് റിട്ടേൺ, ടാക്സ് അതോറിറ്റീസ്, leading cases decided by Supreme Court, as they can be potential areas for, അതായത് ഇതുവരെ കുറച്ച് ചോദ്യങ്ങൾ അത് ആ പാഠഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബട്ട് മേ ബി അത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, റീസെൻ്റ്ലി ഗെയിൻ ചെയ്യുന്ന ചില ഏരിയാസോളാണ്, അതായത് റീസെൻ്റ്ലി റെലവൻസ് വരുന്നൊരു ഏരിയാസോളാണ് എക്സാം സെഷനിൽ അധികം കണ്ടുവന്നിട്ടില്ലെങ്കിലും ഈ ഇടയായിട്ട് ഒരു ട്രെൻഡ് ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ടോപ്പിക്കുകൾ കൂടുതൽ പ്രാധാന്യത്തോട് പഠിക്കുന്നതോടൊപ്പം ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനില്ല, ഒന്ന് അതിലൂടെയും നിങ്ങൾ കടന്നു പോവുക. മറ്റ് ടോപ്പിക്സിന് നിങ്ങളൊരു 1 or 2 hours പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ½ an hour എങ്കിലും സ്പെൻഡ് ചെയ്യാം, പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ടല്ല സജസ്റ്റ് ചെയ്യുന്നത്. മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ. മാർക്ക് വൈസ് എങ്ങനെയാണ് വെയിറ്റേജ് എന്നുള്ളത് നോക്കാം. ഹയസ്റ്റ് മാർക്ക് ക്യാപിറ്റൽ ഗെയിൻസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ഗെയിൻസിന് കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിന് ഏകദേശം 100 മാർക്കോളം, അതായത് ഇതുവരെയുള്ള എക്സാം സെഷൻസിലത്തെ ക്യാപിറ്റൽ ഗെയിൻസിന് മാത്രം അവർ അലോട്ട് ചെയ്തിട്ടുള്ളത് നോക്കുമ്പോൾ ഏകദേശം 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്,
ചോദിച്ചിട്ടുണ്ട്. പിന്നെ സാലറീസ്, ഹൗസ് റെന്റ് അലവൻസ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അവിടെ നിന്ന് ഏകദേശം 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കണ്ടുവന്നിട്ടുള്ളത്. അത് ഒരു എക്സാമിൻ്റെ അല്ല പറയുന്നത്, പല എക്സാമുകളിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ അതിനു വേണ്ടി അലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാർക്കിൻ്റെ ഒരു മാർക്കിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ മാർക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി മോഡറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഏതിലൊക്കെയാണ്? അഗ്രികൾച്ചർ ഇൻകം, പെർക്യൂസിറ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ക്ലബിംഗ് ഓഫ് ഇൻകം. അവിടെ നിന്ന് ഏകദേശം 60 മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. ഇനി ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഏകദേശം 40 മാർക്കിൻ്റെയാണ്. ഇനി ലോവർ മാർക്ക് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റീസ്, ഡിപ്രീസിയേഷൻ അലവൻസ്, ടാക്സ് അതോറിറ്റീസ്, ലീഡിംഗ് കേസസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഇവിടെ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ആ ഭാഗങ്ങൾ നിങ്ങളോട് അത് മുഴുവനായിട്ട് ഒഴിവാക്കാനല്ല പറയുന്നത്. ഇതിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു പ്രാധാന്യക്കുറവ് അതിനുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ആ ഭാഗങ്ങളിലൂടെ നിങ്ങൾ കടന്ന് പോവണം. ഇനി ഇംപ്ലിക്കേഷൻ ഫോർ സ്റ്റുഡൻസ്, എംഫസൈസിങ് ടോപ്പിക്സ് ലൈക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് സാലറീസ് ഈസ് ക്രൂഷ്യൽ ആസ് ദേ ഹാവ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ മാർക്ക് അലൊക്കേഷൻ. അതായത് കൂടുതൽ നിങ്ങൾ എന്താ പറയുക, എംഫസിസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഒരു കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് സാലറീസ് ആണ്. പിന്നെ മോഡറേറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 60 മാർക്കിൻ്റെ അലൊക്കേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഏരിയയും, ലെസ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഏരിയയ്ക്ക് നിങ്ങൾ അത് ഫ്യൂവർ ഇതാണ്. അപ്പോൾ പക്ഷേ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ആദ്യം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുക. പിന്നെ ഇതിന് ഒരു കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനേക്കാളും കുറച്ചും കൂടി സമയം കുറച്ച് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ചിലർ ചിലപ്പോൾ ആ ഒരു വെയിറ്റേജ് നോക്കാതെ ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗത്ത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിറയെ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളിലേക്ക് ലാസ്റ്റ് നിമിഷത്തിലോട്ടാവും ജമ്പ് ചെയ്യുക. അപ്പോൾ ആ സമയത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കവർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതിൽ നിന്നാണെങ്കിൽ കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നുകൂടായികയും ഇല്ല. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താവും, പ്രോപ്പറായിട്ട് രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ടൈം അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യാൻ, പഠിക്കുന്ന ഒരു സമയം ഈ രീതിയിൽ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ് ഐഡൻറ്റിഫിക്കേഷൻ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ്, ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മോസ്റ്റ് റീസെൻ്റ്ലി ക്യാപിറ്റൽ ഗെയിൻസ്, സാലറീസ്, ഹൗസ് റെൻ്റ് അലവൻസ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. പിന്നെ മോഡറേറ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് അഗ്രികൾച്ചർ ഇൻകം, പെർക്യൂസിറ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ക്ലബിംഗ് ഓഫ് ഇൻകം. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. പിന്നെ ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇനി സ്റ്റുഡൻസിനോട് ഉള്ള ഒരു സജഷനാണ്, ദീസ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ആർ crucial for preparation as their recurrence indicates a high likelihood of them appearing in future exam. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഗെയിൻസ് ആയിക്കോട്ടെ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ സാലറീസ് ആയിക്കോട്ടെ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള എക്സാമിന് വരാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഇനി എന്താ പറയുന്ന ഇംപ്ലിക്കേഷൻസ് ഫോർ സ്റ്റുഡൻസിൽ, അണ്ടർസ്റ്റാൻഡിങ് ദ ന്യൂവാൻസസ് ഓഫ് ദീസ് ടോപ്പിക്സ് എസ്പെഷ്യലി ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് സാലറീസ് ക്യാൻ ബി ഹൈലി ബെനിഫിഷ്യൽ. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് അല്ലെങ്കിൽ സാലറീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ ചെറുതായിട്ടുള്ള ഭാഗങ്ങൾ പോലും നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് ഹൈലി ക്രൂഷ്യലാണ് അല്ലെങ്കിൽ ബെനിഫിഷ്യലാണ് എന്നാണ് പറയുന്നത്. Practice and familiarity with these topics can significantly improve exam performance. എന്താ പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്, ഫെമിലറൈസ് ചെയ്യാണ് ഈ ടോപ്പിക്സ് ആയിട്ട് എങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ഉള്ള രീതിയിൽ എക്സാമിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻസും സാലറീസും, ഇതാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്.
ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിങ്. ഇനി നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുകയാണ്. ഇതുവരെ കഴിഞ്ഞത് വെച്ചിട്ട്, ഒരു പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹൈ പ്രോബിലിറ്റി വരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ്. പിന്നെ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് 11.11% ആണ് പ്രോബിലിറ്റി പറയുന്നത്. പിന്നെ സാലറീസ്, ഹൗസ് റെൻ്റ് അലവൻസ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതിനൊരു 8.89 പ്രോബിലിറ്റിയാണ്, പെർസെൻറ്റേജാണ് നമ്മൾ പറയുന്നത്. ഇനി മോഡറേറ്റ് ആയിട്ട് വരുമ്പോഴോ അഗ്രികൾച്ചറൽ ഇൻകം, പെർക്യൂസിറ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ക്ലബിംഗ് ഓഫ് ഇൻകം, ഈച്ച് വിത്ത് 6.67% ഓഫ് പ്രോബിലിറ്റി. Online filing of return, set off and carry forward of losses, each with 4.44% of പ്രോബിലിറ്റി. ഇനി ലോവർ പ്രോബിലിറ്റി ഏതിനൊക്കെയുള്ളത്? റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റീസ്, ഡിപ്രീസിയേഷൻ അലവൻസ്, ടാക്സ് അതോറിറ്റീസ്, ലീഡിംഗ് കേസസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഈച്ച് വിത്ത് 2.22% പ്രോബിലിറ്റി. ഇനി സ്റ്റുഡൻസിനുള്ളൊരു അഡ്വൈസാണ്, പ്രയോറിറ്റൈസ് പ്രിപ്പറേഷൻ ഫോർ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടൈം അലോട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം മാറ്റി വയ്ക്കുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ ബേസിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന പാഠഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രീവൈക്യൂ അനാലിസിസും നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയയിൽ ആദ്യം പഠിക്കുക, അല്ലെങ്കിൽ അതിന് കൂടുതൽ സമയം നീക്കി വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതായത് ക്യാപിറ്റൽ ഗെയിൻസ്, സാലറീസ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആയിട്ട്, ഹൈയസ്റ്റ് ചാൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഡു നോട്ട് ഇഗ്നോർ മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പിക്സ് ഇഗ്നോർ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സമയം ഇതിന് കുറവ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആർ ലെസ് ലൈക്ലി ടു അപ്പിയർ, ദേ ക്യാൻ സ്റ്റിൽ ബി ക്രൂഷ്യൽ, സ്കോറിംഗ് വെൽ റൗണ്ടഡ് മാർക്സ് ഫോർ സ്കോറിംഗ്. അതായത് ഇനിയിപ്പോൾ അതിൽ നിന്ന് ചോദിച്ചു കൂടായിക എന്നുള്ളതില്ല, പക്ഷേ ടൈമൊന്നും നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ബേസിൽ ഹൈ, മോഡറേറ്റ്, ലോ എന്ന ബേസിൽ ടോപ്പിക്സിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി കൺക്ലൂസീവ് നോട്ട്സ് ടു ലേണേഴ്സ്, ഫോക്കസ് ഏരിയാസ് ഈ പറയുന്ന പോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് സാലറീസ്, പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ആൻഡ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് മാർക്കിൻ്റെ ബേസിലായിക്കോട്ടെ, ഫ്രീക്വൻസി കൂടുതൽ തവണ ചോദിക്കുന്നതിൻ്റെ ബേസിലായിക്കോട്ടെ, ഈ പറഞ്ഞ ഏരിയാസൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇനി മോഡറേറ്റ് ഉള്ളതോ അഗ്രികൾച്ചർ ഇൻകം, പെർക്യൂസിറ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. പിന്നെ കോംപ്രിഹെൻസീവ് understanding, while certain topics like online filing of return, set off and carry forward of losses, other have lower frequencies, they are still important for a holistic understanding of the subject. അതായത് നേരത്തെ പറഞ്ഞാൽ ലെസ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ടുള്ള ഫയലിംഗ് ഓഫ് റിട്ടേൺ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതിൽ ലോവർ ഫ്രീക്വൻസി ആണെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം, നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഏരിയയിലൂടെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ ടാക്സ് എന്ന് പറയുന്ന, ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് ഒരാളോട് പറയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോ ഫ്രീക്വൻസി ഏരിയയിലൂടെയും നിങ്ങൾ പോകണം. പക്ഷെ അതിനൊരു ടൈം കൊടുക്കുമ്പോൾ മറ്റുള്ള ടോപ്പിക്കിനേക്കാളും വളരെ കുറച്ച് സമയം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അതിനെന്താ പറയുന്നത്, പ്രാക്ടീസ് ആൻഡ് റിവിഷൻ, ഫോക്കസ് ഓൺ പ്രാക്ടീസിങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, എസ്പെഷ്യലി ഹൈ ഫ്രീക്വൻസി ഏരിയാസിൽ നിന്ന് വരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് സാലറീസിൽ നിന്ന് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നോക്കുക. തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആസ് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചുകൂടായിക എന്നില്ല. എക്സാം സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ദ പ്രോബിലിറ്റി അനാലിസിസ്, ടൈലർ യുവർ സ്റ്റഡി പ്ലാൻ ടു സ്പെൻഡ് മോർ ടൈം ഓൺ ഹൈ പ്രോബിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോബിലിറ്റി അനാലിസിസിൻ്റെ ബേസിൽ വേണം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ എത്രമാത്രം. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഏരിയയ്ക്ക് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഹവർ എൻഷുർ കവർ ഓൾ ടോപ്പിക്സ്. എന്നിരുന്നാലും ഹൈ ഫ്രീക്വൻസി ഏരിയയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോകുന്നില്ലേ എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു തവണയെങ്കിലും എല്ലാത്തിലൂടെയും കടന്നു പോകുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. സ്റ്റേ അപ്ഡേറ്റഡ്, കീപ്
എബ്രസ്റ്റ് ഓഫ് എനി ചേഞ്ചസ് ഇൻ ദി ഇൻകം. നിങ്ങൾക്കറിയാം ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വർഷാവർഷങ്ങളിൽ ചേഞ്ചസ് വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ഫിനാൻസ് ബഡ്ജറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തമായിട്ട് എല്ലാ റേറ്റ് ഓഫ് റിട്ടേൺ ആയിക്കോട്ടെ, പെർസെൻറ്റേജ് ആയിക്കോട്ടെ, മൊത്തമായിട്ട് മാറും. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും ചേഞ്ചസ്, സ്ലാബ് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് മാറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ഒരു ഫാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനും ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചു പോകുന്ന സ്ലാബ്, ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ഫിനാൻസ് ബഡ്ജറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മൊത്തമായിട്ട് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചതൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ മെത്തഡുകളോ കാൽക്കുലേഷൻ ടെക്നിക്സുകളോ കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് നിങ്ങൾ വീണ്ടും പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി ലേൺ വൈസിൻ്റെ ഭാഗത്തു നിന്നൊരു സജസ്റ്റീവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരികയാണെങ്കിൽ, ലേൺ വൈസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 hours ക്വസ്റ്റ്യൻ പേപ്പർ, മാക്സിമം 100 മാർക്ക്. ആൻസർ എനി 5 questions ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും എന്താണ്, ഈക്വൽ മാർക്സ് ആണ്. 5 questions എന്ന് പറയുമ്പോൾ 20 × 5 100 മാർക്സ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് ചോദിക്കാമെന്നുള്ള ചോദ്യങ്ങളാണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻകം ടാക്സ് ലോ. Illustrate with examples the difference between long-term and short-term capital gains. Calculate the capital gains for a property sold after holding it for 3 years, providing a hypothetical figures of the cost of acquisition and sales price. അതായത് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ക്യാപിറ്റൽ ഗെയിൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയുക. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളൊരു അസംഷൻ വെച്ചിട്ട്, ഒരു ഫിഗേഴ്സ് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാലറീസ് ആൻഡ് ഹൗസ് റെൻ്റ് അലവൻസിൽ നിന്ന് ഡിസ്കസ് ദ ടാക്സേഷൻ ഓഫ് സാലറി അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. എങ്ങനെയാണ് സാലറീസ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സാലറിയുടെ ടാക്സേഷൻ വരുന്നത്. പിന്നെ ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. കമ്പ്യൂട്ട് ടാക്സബിൾ HRA ഫോർ ആൻ ഇൻഡിവിജ്വൽ വിത്ത് ഗിവൺ സാലറി സ്ട്രക്ചർ ആൻഡ് റെൻ്റൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ്. നിങ്ങളോട് ചിലപ്പോൾ HRA കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം വരാം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ ഡിഫൈൻ ചെയ്യാൻ വരാം. എങ്ങനെയാണ് അതിൽ നിന്നും പ്രോബ്ലം ചെയ്യാൻ വരാം. എങ്ങനെയാണ് ടാക്സബിൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, ഡിഡക്ഷനും എക്സംഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ വഴി അത് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ പറയാം. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, elucidate the concept of income from other sources as per the Income Tax Act. Discuss different types of incomes classified under this head. Compute taxable income from given set of dividends, interest income, winning. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഏരിയയിൽ എന്താണ്, എങ്ങനെയാണ്. ഇതുകൂടാതെ നമുക്ക് വരുന്നതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, വേറെ ഏരിയയിൽ നിന്നും ഇൻകം കിട്ടാം. അപ്പോൾ ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് ഇൻകം എന്താണ്, വിന്നിങ്സ്, അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകംസിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്. പിന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം, അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പെർക്യൂസിറ്റ്സ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. എക്സ്പ്ലെയിൻ ദ ടേം പെർക്യൂസിറ്റ്സ് ആൻഡ് ലിസ്റ്റ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് പെർക്യൂസിറ്റ്സ് അണ്ടർ ടാക്സബിൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. എന്തൊക്കെയാണ് പെർക്യൂസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കിട്ടുന്ന വേരിയസ് ടൈപ്പ് ഓഫ് പെർക്യൂസിറ്റ്സ്, ടാക്സബിൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തൊക്കെയാണുള്ളത് നോക്കുക. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കാനായിട്ടുള്ള റൂൾസ് എന്താണ്, ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ടാക്സ് ലയബിലിറ്റി. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുന്നത്, അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുന്നത്, ആ ഇമ്പാക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ലീഡിങ് കേസസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പ്രൊസീജിയർ ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഫയലിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്. പിന്നെ
Additionally, provide an overview of any two leading cases decided by the Supreme Court related to income tax law. അതായത് സുപ്രീം കോർട്ട് ഇൻകം ടാക്സ് ലോ റിലേറ്റഡ് ആയിട്ട് സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ലീഡിങ് കേസസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് എന്താണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന ടേം, അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് ഹൗ ലോസ് അണ്ടർ വൺ ഹെഡ് ഓഫ് ഇൻകം, ഒരു ഹെഡ് നമ്മൾ പറഞ്ഞ സാലറീസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ്, അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹെഡിൽ നിങ്ങൾക്ക് ലോസ് സംഭവിച്ചു എങ്കിൽ എങ്ങനെയാണത് സെറ്റ് ഓഫ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇനി 9th പാർട്ടിലോട്ട് വരുമ്പോൾ കോംപ്രഹെൻസീവ് പ്രോബ്ലം ഓൺ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഗിവൺ എ ഡീറ്റെയിൽഡ് സിനാരിയോ എൻകോംപാസിങ് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം, ഡിഡക്ഷൻ, എക്സംഷൻ, കാൽക്കുലേറ്റ് ദ ഗ്രോസ്, അതായത് നിങ്ങൾക്കിപ്പോൾ വേരിയസ് കോമ്പോസിഷൻ ഓഫ് ഇൻകം നിങ്ങൾക്ക് അതിനകത്തൊക്കെ കൂടി ക്ലബ് ചെയ്തിട്ട് എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നിങ്ങളോട് എന്താണ് ടോട്ടൽ ഇൻകം എന്താണ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് സാലറീസിനെ കുറിച്ചും ഹൗസ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടും ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ചിട്ടും ബിസിനസ് പ്രൊഫഷനെ കുറിച്ചും അതർ സോഴ്സസിനെ കുറിച്ചിട്ടും നല്ലൊരു ഐഡിയ വേണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഓരോ ഹെഡിലും വരുന്ന ഇൻകംസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, എക്സംഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോഴാണ് നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം നിങ്ങളുടെ അറിയുള്ളൂ, പ്ലസ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് എനി ഫോർ ഏതെങ്കിലും നിങ്ങൾക്കൊരു 6 തന്നെ ഏതെങ്കിലും 4 പറയാം. അപ്പോൾ ഒരു എന്താ പറയുക, ലേൺ വൈസിൻ്റെ ഒരു മോഡൽ പേപ്പർ പ്രകാരം നമ്മളൊരു 6 ടോപ്പിക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് ടാക്സേഷൻ ഓഫ് പ്രീവിയസ് ഇൻകം ഡ്യൂറിങ് ദ സെയിം ഇയർ. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് വരാം. പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് ഇറ്റ്സ് ടാക്സ് ഇംപ്ലിക്കേഷൻ, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഡൊണേഷൻസ് ടു സർട്ടൻ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെക്ഷൻ 80G, residential status of a company and its tax implication, best judgment assessment, section 144, capital assets and their classification under the income tax act. ഇതൊക്കെയാണ് ഷോർട്ട് നോട്ട്സ് ആയിട്ട്, അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലേൺ വൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ PYQ അനാലിസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് നമ്മൾ നടത്തുന്നത്. പ്രഡിക്ഷൻസുകളും കാര്യങ്ങളും അതിൽ നിന്ന് മേ ബി ഡീവിയേഷൻ വരാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവാം. എന്നിരുന്നാലും ഈ PYQ അനാലിസിസ് തന്നെ നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ വേണം, എന്നാൽ മാത്രമേ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ആയി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നിങ്ങളോട് ഇതേപോലെ തന്നെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കാണാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വരുന്ന വേരിയസ് ഹെഡിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ എന്നിരുന്നാലും സമയം അലോട്ട് ചെയ്യുമ്പോൾ, പഠിക്കാനായിട്ടുള്ള സമയം അലോട്ട് ചെയ്യുമ്പോൾ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്കിന് കൂടുതൽ സമയം കൊടുക്കുക. പിന്നെ മോഡറേറ്റ് ഫ്രീക്വൻസിക്ക് ഒരു ആവറേജ് ടൈമിങ്, ലോ ഫ്രീക്വൻസി ഏരിയ, അങ്ങനെ രീതിയിൽ വേണം ടോപ്പിക്സുകൾ അലോട്ട് ചെയ്ത് പഠിക്കാൻ. എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം. പക്ഷേ ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ ടൈം അലോട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരോടും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു പെർഫോമൻസ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിന് ഈ PYQ അനാലിസിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ളതും ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, വെൽക്കം ബാക്ക് ഓൾ. അപ്പൊ രാഖി മാം വളരെ വിശദമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങൾ പരീക്ഷയിൽ കൃത്യമായ രീതിയിൽ അത് അപ്ലൈ ചെയ്യുമെന്നും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടുതലും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് തന്നെയാണ് നമ്മൾ സാധ്യത കാണുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്കിനി ലേൺ വൈസിലേക്ക് വരാം. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ആണ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളും കാണാം. BA സൈക്കോളജി ഉണ്ട്, MA സൈക്കോളജി ഉണ്ട്, BCom, MCom, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, MA സോഷ്യോളജി, BA ഹിസ്റ്ററി, MBA, BBA എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ IGNOU അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, മികച്ചൊരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം.
അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം learnwise.co, അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്. കൂടാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള വീഡിയോ സെഷൻസും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ചെക്ക്ഔട്ട് ചെയ്യാം, ലേൺവൈസിന്റെ ക്വാളിറ്റി വിലയിരുത്താം. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.